കുന്നംകുളത്തേക്കാണ് പോകുന്നത്. കുന്നംകുളത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും കുന്നംകുളം നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ്. AC മൊയ്തീൻ തവണ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. AC മൊയ്തീനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, കേസുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതൊക്കെ അപ്പുറത്ത് AC മൊയ്തീന് വിജയം നേടാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ടേം വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് സീറ്റ് കിട്ടുന്നത്. അതെ, അപ്പോൾ LDF-ൽ നിന്ന് AC മൊയ്തീനും UDF-ൽ നിന്ന് PT അജയ് മോഹനും NDA-ൽ നിന്ന് KR രജിനുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. 2021 കാഴ്ച നോക്കുമ്പോൾ 26,631 വോട്ടിന്റെ ലീഡാണ് AC മൊയ്തീൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവിടെ UDF-ന് അതും ഒരു LDF മണ്ഡലമാണ് കേട്ടോ. അത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വ്യത്യാസമാണ്? ഏകദേശം 17% വോട്ടിന്റെ വ്യത്യാസമാണ്. ഈ പൊന്നാനിയിൽ നിന്ന് വന്ന ആളാണ് PT അജയ് മോഹൻ. അപ്പോൾ 2016 അപേക്ഷിച്ച് 2021 എത്തുമ്പോൾ 6.86 വോട്ടിന്റെ വർധനവ് ഇടതുപക്ഷ മണ്ഡലത്തിലുണ്ടായി. പക്ഷേ കരുവന്നൂർ കേസ് അവിടെ നിൽക്കുന്നു കേട്ടോ. പക്ഷേ കരുവന്നൂർ കേസ് നിൽക്കുമ്പോൾ തന്നെയാണ് ലോക്സഭയും തദ്ദേശവും ഒക്കെ ഉണ്ടായത്. കരുവന്നൂരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ ജാഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതെ, ട്രെൻഡ് എന്താണെന്ന് നോക്കിയാലോ? ട്രെൻഡ് നോക്കാം. AC മൊയ്തീനൊപ്പമാണ്. AC മൊയ്തീൻ തന്നെ 3 മണ്ഡലം പരിശോധിച്ചപ്പോൾ 2 മണ്ഡലം നിലവിൽ LDF-നും 1 മണ്ഡലം കോൺഗ്രസിനും UDF-നും എന്നുള്ളതാണ് നിലവിലത്തെ ടാലി. അതെ, മറ്റാരുണ്ട് LDF അല്ലാതെ?